ഹായ്, ഞാൻ ഇന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഓരോന്നും ഓരോ ശൈലിയിലുള്ളതാണ്. അതായത് കോട്ടയ്ക്കൽ ക്ഷേത്രത്തിൽ വരച്ചിരിക്കുന്ന ശൈലിയിലുള്ളതല്ല മട്ടാഞ്ചേരി പാലസിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ. ഈ രണ്ടിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് പത്മനാഭപുരം പാലസിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ. ഇവയെല്ലാം ട്രഡീഷണൽ കേരള മ്യൂറൽ പെയിൻറ്റിംഗ് ആണെങ്കിൽ കൂടി അതിൽ വരച്ചിരിക്കുന്ന അനാട്ടമിയും ഓർണമെൻറ്റ്സിൻ്റെയും വസ്ത്രങ്ങളുടെയും ഡിസൈൻ എല്ലാം തന്നെ ഉള്ള ചെറിയ ഈ വ്യത്യാസങ്ങൾ, അതാണ് ഈ ശൈലിയിലുള്ള വ്യത്യാസങ്ങൾക്ക് കാരണം. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ ശൈലികളെക്കുറിച്ചാണ്. ആദ്യം അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് പനയനാർക്കാവ് ശൈലി ചിത്രങ്ങളാണ്. പനയനാർക്കാവിനെയും പനയനാർക്കാവിലെ ചിത്രങ്ങളെക്കുറിച്ചും പറയാനാണ് ഒരുപാടുള്ളതാണ്. അതിന് ഒരുപാട് കഥകളും പറയാനുള്ളതാണ് ക്ഷേത്രത്തിന് തന്നെ. അതിൻ്റെ കൂടെ അവിടുത്തെ ചിത്രങ്ങളും പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈൻസും കളർ കോമ്പിനേഷൻസും ഒക്കെ കൂടെ ചേർന്നതാണ് അവിടെയുള്ള ചിത്രങ്ങൾ. ഒരുപാട് ചിത്രങ്ങളുണ്ട് പനയനാർക്കാവിൽ. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പല ചിത്രങ്ങളും ഉണ്ട്. പനയനാർക്കാവ് ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ നമുക്ക് ഒരു ആഭരണത്തിൻ്റെ തന്നെ പലതരത്തിലുള്ള വേരിയേഷൻസ് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇവിടെ വരയ്ക്കാൻ പോകുന്നൊരു പത്രകുണ്ടലമാണ്. പത്രകുണ്ടലത്തിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കുണ്ടലത്തിൽ നിന്നും ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട് ഇപ്പം നമ്മൾ വരയ്ക്കാൻ പോകുന്നതിന്. അപ്പം നിങ്ങൾക്ക് തോന്നാം, എന്തിനാണ് നമ്മൾ ഈ ഓൾറെഡി നമ്മളൊരു പത്രകുണ്ടലം ഒക്കെ വരച്ചതും പഠിച്ചതുമാണ്, അതിൻ്റെ കൂടെ എന്തിനാണ് ഈ പുതിയ വേരിയേഷൻസ് പഠിക്കുന്നത് എന്നുള്ളത്. ഇപ്പം നിങ്ങളിൽ പലരും മ്യൂറൽ പെയിൻറ്റിങ് സ്ഥിരമായിട്ട് വരയ്ക്കുന്നതും വരച്ചു കൊടുക്കുന്നവരും വരയ്ക്കാൻ പഠിക്കുന്നവരും ആയിരിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഒരു ചിത്രത്തിൽ അല്ലെങ്കിൽ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റിപ്പീറ്റായിട്ട് ഒരേ ഇലമെൻ്റ് തന്നെയായിരിക്കും പലതിലും വരച്ചുകൊണ്ടിരിക്കുന്നത്. അത് അല്ലെങ്കിൽ നമ്മളിപ്പം പുതിയ ആരെങ്കിലും ഒരു ആർട്ടിസ്റ്റ് വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ്, അതിൽ കാണുന്ന എലമെൻസിനെ അതുപോലെ നമ്മൾ കോപ്പി ചെയ്യാനും ശ്രമിക്കും. അതല്ലാതെ നമ്മൾ ട്രഡീഷണൽ മ്യൂറൽ പെയിൻറ്റിങ്ങിലുള്ള പഴയ കാലത്ത് വരച്ചിരിക്കുന്ന ചിത്രങ്ങളിലെ പല കാര്യങ്ങളും അത് പലർക്കും അറിയാതെ പോകുന്നുണ്ട്. അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സീരീസ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പത്രകുണ്ടലം വരയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 16x20 സൈസിലുള്ള ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. ആ ക്യാൻവാസിൽ ഞാനൊരു ഫേസിൻ്റെ ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പത്രകുണ്ടലം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ലേൺ മ്യൂറൽസ് എന്ന നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് കൂടുതൽ പേജിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളിപ്പോൾ ഈ ഒരു വശത്തുള്ള കുണ്ടലാണ് വരയ്ക്കുന്നത്. സ്റ്റാർട്ടിങ്ങായി ഞാനിവിടെ ഈ ഒരു ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ഒരു ചെറിയ ഡിസൈനിലൂടെ ഇവിടെ വരെ എത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ടറിൽ വരയ്ക്കേണ്ട പാർട്ടാണ് ചെയ്യാനുള്ളത്. ഇതുപോലത്തെ ഉള്ള ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഔട്ടർ പാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പത്രകുണ്ടലം വീഡിയോ ഇട്ടുന്ന സമയത്ത് പറഞ്ഞായിരുന്നു ആർക്കൊക്കെയാണ് ഈ പത്രകുണ്ടലം വരയ്ക്കുന്നതെന്നുള്ളത്. കൃഷ്ണനും മഹാവിഷ്ണുവിനൊക്കെ നമ്മൾ വരയ്ക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മകരവും കൂടെ ചേർത്തിട്ടാണ് വരയ്ക്കാറുള്ളതെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ഞാൻ ഓൾറെഡി മകരം വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ പോലെ തന്നെയാണ് മകരം വരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ വരച്ച് കാണിക്കാഞ്ഞത്. ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ഈ ക്യാരക്ടറിനും നമ്മളിവിടെ പത്രകുണ്ടലവും അതിൻ്റെ കൂടെ മകരവുമാണ് വരച്ചിരിക്കുന്നത്. ഇതൊരു പത്രകുണ്ടലവും അതിൻ്റെ കൂടെ ഈ മകരവും ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഐഡൻറ്റിഫിക്കേഷൻ കീ കൂടിയായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ചിത്രം പാടെ നശിച്ചു പോയൊരു ചിത്രമാണ്. അതിൽ നമുക്ക് ആകെ കാണാൻ പറ്റുന്നത് ഈ ചെവിയുടെ ഭാഗത്തുള്ള കുണ്ടലവും അതിൻ്റെ കൂടെ ഒരു മകരവുമാണ് കാണാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ഈ ക്യാരക്ടർ ആരായിരിക്കും എന്നുള്ളത് ഏകദേശം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇതൊരു സിമ്പലാണ്. അതായത് ഇത് വൈഷ്ണവ ഒരു ചിത്രത്തിൻ്റെ ആണെന്നുള്ളത് നമുക്കൊന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ഈ പത്രകുണ്ടലം അതിൻ്റെ കൂടെ ഇരിക്കുന്ന മകരവും. അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള കുണ്ടലം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വശത്തുള്ള കുണ്ടലം എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം.
ഇതൊരു ലേഡി ഫിഗറാണ്. ഫിഗറിൽ തലയുടെ ഒരു ഭാഗം ചരിച്ച് വെച്ചിരിക്കുന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വരയ്ക്കുന്ന കുണ്ടലത്തിൻ്റെ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതുപോലെ തന്നെ നമ്മളിവിടെയും വരച്ചു. ഇനി ഈ ഒരു പാർട്ടിലായിട്ട് ഇതിൻ്റെ ഔട്ടർ ഡിസൈനാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മൾ ഓൾറെഡി വരച്ചിരിക്കുന്ന പത്രമണ്ഡലത്തിൽ നിന്നുള്ള ഇതിനുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം വരച്ചിരുന്നത് ഒരു 2 ലെയർ ആയിട്ടാണ് വരച്ചിരുന്നത്. ഇതിപ്പോൾ നമ്മളൊരു സിംഗിളായിട്ടുള്ള പോർഷൻ മാത്രമാണ് ഇതിനുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ സ്കെച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാർലറ്റ് ലേക്കിൻ്റെയും ബേൺസി എണ്ണയുടെയും മിക്സാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ റെഡ് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ വാഷാണ് ചെയ്യാനുള്ളത്. യെല്ലോ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ ഓക്കറാണ് ഞാൻ എടുക്കുന്നത്. യെല്ലോ വാഷ് നമ്മൾ കൊടുക്കുന്നത് റെഡിൻ്റെ ഷെയ്ഡിങ് വരുന്ന പാർട്ടിലും അതുപോലെ തന്നെ ഗ്രീൻ്റെ ഷെയ്ഡിങ് വരുന്ന പാർട്ടിലുമാണ് കൊടുക്കുന്നത്. ഈ കുണ്ടലത്തിൽ നമ്മളിവിടെ ഇതിന് മൊത്തമായിട്ട് നമ്മൾ യെല്ലോ വാഷാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ ബ്ലൂവിൻ്റെ ഒരു പാർട്ട് വരുന്നില്ല. ഈ കുണ്ടലത്തിൽ ഗ്രീനും റെഡും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഈ ക്യാരക്ടർ ഞാൻ ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു പാർട്ടിൽ, ഞാനിവിടെ ഗ്രീന് കൊടുക്കുന്ന പാർട്ടിൽ വേണമെങ്കിൽ ബ്ലൂവും കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ഇതിന് ഗ്രീൻ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ ബ്ലൂ വരുന്ന പാർട്ടിൽ നമ്മളതിന് യെല്ലോ വാഷ് കൊടുക്കാതിരിക്കാനുള്ള കാരണമുണ്ട്. കാരണം നമ്മൾ ആദ്യം യെല്ലോ വാഷ് വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ ബ്ലൂ വയ്ക്കുമ്പോൾ അതൊരു ഗ്രീൻ്റെ ടോണായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഗ്രീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വയ്ക്കുന്ന അടുത്ത ബ്ലൂ വയ്ക്കുമ്പോഴും അതും ഗ്രീൻ്റെ ടോൺ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബേസ് കോട്ടായിട്ട് യെല്ലോ കൊടുക്കാതെ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ യെല്ലോ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ട് കൂടെ നമുക്ക് റെഡ് വരുന്ന ഭാഗങ്ങളിൽ യെല്ലോ വാഷ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ക്യാരക്ടർ ഏതാണെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. പനിയനാർക്കാവിലുള്ള ഒരു ചിത്രമാണെന്ന് പറഞ്ഞു. ഈ ക്യാരക്ടേഴ്സിൻ്റെ മെയിനായിട്ടുള്ള എലമെൻറ്റ്സ് ഞാൻ പറയുകയും ചെയ്തു. അതായത് നമ്മളിവിടെ ഒരു പത്രകുണ്ടലം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മകരത്തിനെയും നമ്മൾ ഈ ചെവിയിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മകരകുണ്ടലം വെച്ചിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടറാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ആരാണ് ഈ ക്യാരക്ടർ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് യെല്ലോയുടെ സെക്കൻഡ് വാഷാണ് ചെയ്യാനുള്ളത്. അതായത് നമ്മളിവിടെ ഗ്രീൻ വരേണ്ട ഭാഗങ്ങളിൽ നമ്മളൊരു വാഷ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. റെഡിൻ്റെ ഷെയ്ഡിങ് വരുന്ന ഭാഗത്താണ് നമ്മൾ സെക്കൻഡ് വാഷ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് വാഷാണ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം റെഡ് കൊണ്ടുള്ള ഷെയ്ഡിങ് ആണ്. റെഡ് ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി എടുത്തിരുന്ന അതേ മിക്സ് തന്നെയാണ്. നമ്മൾ 2 കോട്ട് യെല്ലോ അടിച്ചിരിക്കുന്ന ആ പാർട്ടിലാണ് നമ്മളിവിടെ റെഡിൻ്റെ ഷെയ്ഡിങ് കൊടുക്കുന്നത്. വെള്ളം മാത്രം എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഡിസോൾവ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഇന്നർ പോർഷനിൽ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നമുക്കിനി ഈ ഔട്ടറിൽ വരുന്ന പാർട്ടിലും ഷെയ്ഡ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മൾ ഒരു വശത്തുള്ള റെഡിൻ്റെ ഷെയ്ഡിംഗ് ആണ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെയാണ് നമുക്ക് ഈ വശത്തും റെഡിൻ്റെ ഷെയ്ഡിങ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ റെഡിൻ്റെ ഷെയ്ഡിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഗ്രീനിൻ്റെ പോർഷനാണ്. പനയനാർക്കാവ് ക്ഷേത്രത്തിൽ വളരെ റീസെൻ്റായിട്ടാണ് എനിക്കൊന്ന് പോകാൻ പറ്റിയത്. ഈ തെക്കോട്ടുള്ള ക്ഷേത്രങ്ങളിൽ അധികം എനിക്ക് വരാൻ കഴിഞ്ഞിട്ടുമില്ലായിരുന്നു, അവിടുത്തെ ചിത്രങ്ങൾ കാണാനും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ചിത്രങ്ങളുണ്ടെന്ന് അറിഞ്ഞത് മുതൽ ഒന്ന് വന്ന് കാണണം എന്നുള്ള വളരെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടുത്തെ കണ്ടീഷൻ മ്യൂറൽസിൻ്റെ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ ഏറ്റവും ബന്ധപ്പെട്ട ഒരാളെ, അവിടെ പരിചയമുള്ള ഒരാളോട് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്ത് അങ്ങനെ ആളോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവിടെ ചിത്രങ്ങൾ ഒന്നുമില്ല, എല്ലാം നശിച്ചു പോയ അവസ്ഥയിലാണ്, കാണാൻ പറ്റിയതായിട്ടുള്ള ഒന്നുമില്ല, എല്ലാം അങ്ങ് ഫെയ്ഡായി, ഒന്നും ചിത്രങ്ങൾ ഏതാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കാണണം എന്നുള്ളൊരു ഇത് തന്നെ ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് കാണാൻ പോവുകയാണ് ചെയ്തത്. അങ്ങനെ ചെന്ന് കാണുമ്പോഴാണ് അറിയുന്നത് ഇത്രയും ചിത്രങ്ങളുണ്ട് അവിടെ. അതിൽ തന്നെ നല്ലതുപോലെ തെളിഞ്ഞ് കാണുന്ന ഒരുപാട് ചിത്രങ്ങൾ, വളരെ കുറച്ച് ചില ഭാഗങ്ങളിൽ നന്നായിട്ട് ഡാമേജ് സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായത്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടായിരിക്കാം. ഈ മ്യൂറൽസിനെ പറ്റിയിട്ടൊക്കെ അറിയുന്ന കുറച്ച് ആളുകൾക്കേ ഉള്ളൂ ആയിരിക്കാം, അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യമുള്ളവർക്കാണ് ഇതെത്രമാത്രം വാല്യുബിൾ ആണെന്നുള്ളത് അറിയുന്നത്. അതല്ലാതെ സാധാരണക്കാരായ ആളുകൾക്ക് അവിടെ ഒരു ചിത്രം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു ബാധകമാവുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ പനയനാർക്കാവിൽ വരാൻ പറ്റുന്ന, വന്ന് കാണാൻ പറ്റുന്ന പോസിബിളായിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെയുള്ള ചിത്രങ്ങൾ വന്ന് കാണണം, കണ്ട് മനസ്സിലാക്കണം. നമ്മൾ നേരിട്ട് കാണുമ്പോഴുണ്ടാകുന്നതും അതിൽ നിന്ന് കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും പറ്റുന്നവർ ഒന്ന് വന്ന് കാണാൻ ശ്രമിക്കുക. ഇനി അടുത്തായി നമുക്ക് ചെയ്യാനുള്ളത് ഗ്രീനാണ്. ഗ്രീനിൻ്റെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 2 കളർ ടോണാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് വളരെ ലൈറ്റായിട്ടുള്ളൊരു ടോണും അതുകൊണ്ട് വാഷ് ചെയ്യാനും, അത് കഴിഞ്ഞിട്ട് ഡാർക്കായിട്ടുള്ളൊരു ടോൺ വെച്ചിട്ട് അതിന് ഷെയ്ഡ് കൊടുക്കാനും വേണ്ടിയിട്ട്. രണ്ടിനും ഞാൻ സാപ്പ് ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ്റെ ഷെയ്ഡിങ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ടുള്ള ബ്ലാക്ക് ഔട്ട്ലൈനാണ് ചെയ്യാനുള്ളത്. ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. നമ്മളിതുവരെ ചെയ്തു വച്ചിരിക്കുന്നതിന് ഈ ഒരു ബ്ലാക്ക് ചെയ്യുമ്പോഴാണുള്ള കറക്റ്റായിട്ടുള്ള ഭംഗി ഒന്നായിട്ട് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ചെയ്തതും എല്ലാം നശിച്ചു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പോൾ നമ്മൾ പത്രകുണ്ടലം കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള അടുത്ത ഓരോ എലമെൻറ്റ്സ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആയിട്ടുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.